ഒരു വെള്ളിയാഴ്ച കൂടി വരികയാണ്. കുറച്ചധികം സിനിമകൾ ഈ ആഴ്ച റിലീസിന് എത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും ചർച്ചയായിട്ടുള്ള ഒരുപക്ഷെ ഏറ്റവും ഹൈപ്പ് കിട്ടിയിട്ടുള്ള സിനിമ തുടക്കം. ആ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പറയണം എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഒഫീഷ്യൽ അങ്ങനത്തെ ഒരു സാധനമൊന്നുമല്ല, കാഷ്വലായിട്ട് ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ വിഷയത്തെ വളരെ സിമ്പിളായിട്ടൊന്ന് നോക്കിക്കാണുകയാണെങ്കിൽ, വിസ്മയ മോഹൻലാലിന് ഒരാഗ്രഹം, ഒരു നെപ്പോ ഭടൻ കൂടി യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് സിറ്റുവേഷൻ. വിസ്മയ മോഹൻലാൽ അവരുടെ വിദ്യാഭ്യാസമായിട്ട് മുന്നോട്ട് പോയി, മാർഷൽ ആർട്സ് പഠിച്ചു, പെയിൻറ്റിങ് പഠിച്ചു, പോയട്രി ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കൊരാഗ്രഹം ഒരു സിനിമയിൽ അഭിനയിക്കണം. അവരുടെ അച്ഛൻ സാക്ഷാൽ മോഹൻലാലാണ്. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം ഒരു വലിയ താരമാണ്. അദ്ദേഹത്തിന് പ്രൊഡക്ഷൻ ഈസിയാണ്, ഡിസ്ട്രിബ്യൂഷൻ ഈസിയാണ്. മോഹൻലാലിൻ്റെ തലവട്ടം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് ഡേ മാക്സിമം തിയേറ്റർ സ്ക്രീനുകൾ കിട്ടുന്ന അത്രയും മലയാള സിനിമയിലെ ദി മോഹൻലാലിൻ്റെ മകളാണ് വിസ്മയ മോഹൻലാൽ. അപ്പോൾ അവരത് വീട്ടിൽ പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും സന്തോഷം, കാര്യങ്ങളൊക്കെ എളുപ്പമാണ്, നെപ്പോ കിഡാണ്. ആൻ്റണി പെരുമ്പാവൂരുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ അഭിനയം വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെ അവർ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്യുകയാണ്. അതായത് ഞാനൊരു വലിയ ബിസിനസ്സുകാരനാണ്, എൻ്റെ മകനോ മകളോ വന്നിട്ട് അച്ഛാ എനിക്കൊരു കട തുടങ്ങണമെന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ കാശുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് കാശ് കൊടുക്കുന്നു, കട തുടങ്ങാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ആൾക്കാരെയൊക്കെ ഏൽപ്പിക്കുന്നു, അവർ കട തുടങ്ങുന്നു. അതുപോലെ വളരെ എളുപ്പത്തിൽ എന്ന് വെച്ചാൽ ഒരു സിനിമ ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവിടെയുണ്ട്. പക്ഷേ ഒരു അഭിനേതാവാകുക, നായികയാവുക എന്നൊക്കെ പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു സാഹചര്യത്തിൽ അവർ മക്കൾക്ക് വേണ്ടി ഒരു സിനിമ എടുക്കുന്നു, ആ സിനിമ റിലീസാവുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം, ഇഷ്ടപ്പെട്ടാൽ നല്ലത് പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോശം പറയാം. ബാക്കിയൊക്കെ ഒരു സിനിമ കാണുന്ന പ്രേക്ഷകൻ്റെ സ്വാതന്ത്ര്യമാണ്. എന്തായാലും ആ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് വന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് സ്വയം ഒരമ്മാവനായിട്ട് വരുന്ന ഞാൻ എടുത്തുകൊണ്ട് നടന്ന കുട്ടിയാണ്, ആ കുട്ടിക്ക് ലോകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നൊക്കെ പറയുന്ന ചില ആളുകളെ, ചില മുഖങ്ങളെ അവിടെ എനിക്ക് കാണാൻ സാധിച്ചില്ല. വിളിക്കാഞ്ഞുകൊണ്ടാണോ, വിളിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണോ, അതോ വിളിച്ചിട്ട് പോകാൻ മടിയായിട്ട് പിണങ്ങിയിരുന്നത് കൊണ്ട് പോകാനാണോ എന്താണെന്നറിയില്ല, അവരൊന്നും അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. അങ്ങനെ ട്രെയിലർ വന്നു. അതിനുശേഷം പ്രൊമോഷണൽ ഇൻ്റർവ്യൂസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മോഹൻലാലും സുചിത്ര മോഹൻലാലും വിസ്മയ മോഹൻലാലും ഒരുമിച്ചിരിക്കുകയാണ്. അച്ഛനും അമ്മയും മകളും കൂടി ഇരുന്നാണ് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നത്. ആ ഇൻ്റർവ്യൂസിൽ എനിക്ക് ലാലേട്ടനോടും സുചിത്ര മോഹൻലാലിനോടൊക്കെ ബഹുമാനം ഇരട്ടിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവളൊരു ഇൻഡിവിജ്വലാണ്. അവൾക്ക് അവളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ പലതും പറയും, പല ആൾക്കാരും ഒപ്പീനിയൻ പറയും, ചില ആളുകൾക്ക് വേദന ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അവൾ പറയുന്നത് അവളുടെ ഒപ്പീനിയനാണ്, അതിന് വാല്യൂ ഉണ്ട്, അത് അവൾ എക്സ്പ്രസ് ചെയ്യും. അതിൻ്റെ അകത്ത് കയറി കടിഞ്ഞാണിടാൻ ഞങ്ങളാരും പോവില്ല എന്ന് അച്ഛനും അമ്മയും പറയുകയും വിസ്മയ മോഹൻലാൽ അവർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഷെടാ, മറ്റേ അമ്മാവൻ വന്നിട്ട് ഇത് എൻ്റെ കുഞ്ഞിന് ഇതൊന്നും അറിയത്തില്ല, അവൾ പാവം, അവൾ രാഷ്ട്രീയം അറിയാതെ പറഞ്ഞു പോയതാ എന്നൊക്കെ പറഞ്ഞതിനെ ന്യായീകരിച്ചുകൊണ്ട് ആ പെൺകുട്ടി അപ്പോളജൈസ് ചെയ്യും എന്ന് കാത്തിരുന്ന ആളുകൾക്ക് പൊട്ടി, പട്ട 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 പട്ടാന്ന് കുരുപൊട്ടി. ആ കുരുപൊട്ടൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഒന്ന് ബോഡി ഷെയ്മിങ്ങിൻ്റെ രൂപത്തിലാണ്. ബോഡി ഷെയ്മിങ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. അത് ഇനിയും മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾക്ക് ഇത് മനസ്സിലാവാൻ പോകുന്നില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ട് അടുത്ത ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന മറ്റൊരു കമൻറ്റ്, തുടക്കം ഒടുക്കമാവാതിരിക്കട്ടെ എന്ന് പറയുന്ന എന്തോ ഭയങ്കര ഉപദേശം കൊടുക്കുന്ന പോലെ. സത്യത്തിൽ ഇവരുടെ ഉള്ളിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു സംഘത്തിൻ്റെ ഭാഗമാണ്. മോഹൻലാൽ ഓൾറെഡി എമ്പുരാനിൽ അഭിനയിച്ചത് അത് മഹാപരാധമായി പോയി എന്ന് പറഞ്ഞ് മോഹൻലാലിനെ കൊന്നു കൊലവിളിക്കാൻ നടക്കുന്ന ആളുകൾ, അവർ നോക്കുമ്പോണ്ട് മറ്റേ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി പിള്ളേരെയൊക്കെ ഒഴിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകൾ. ഞങ്ങളിതെങ്ങനെ സഹിക്കും? അങ്ങനെ നീ രാഷ്ട്രീയം വെച്ചിട്ടാണെന്ന് നിൻ്റെ സിനിമ പൊട്ടും കേട്ടോ, 8 നിലയിൽ ഞങ്ങൾ പൊട്ടിക്കും എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയാണ്. തുടക്കം ഒടുക്കമാവാതിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു സർട്ടിൽ ഭീഷണിയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഈ ഭീഷണിയുടെ ഒരു എക്സ്റ്റൻഷൻ എങ്ങനെയാണെന്നറിയോ? നിൻ്റെ അച്ഛൻ്റെ എമ്പുരാൻ്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയാലോ, പൃഥ്വിരാജ് ഇപ്പോൾ അനുഭവിക്കുന്നതിൻ്റെ ആ ഒരു പ്രശ്നമൊക്കെ നിനക്കറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൃഥ്വിരാജിനെ തകർത്തു ഇവർ എന്ന് പറയുന്ന രീതിയിലാണ് ഈ ഭീഷണിയുടെ എക്സ്റ്റൻഷൻ പോകുന്നത്. ഇവരെന്താ വിചാരിച്ചേക്കണമെന്നറിയോ? പൃഥ്വിരാജ് ഇവർക്കെതിരെ പറഞ്ഞതിന് ശേഷം ഇവരായിട്ട് പൃഥ്വിരാജിനെ നശിപ്പിക്കുന്നു എന്നാണ്. സത്യത്തിൽ പൃഥ്വിരാജ് ഈ ബഹളം ഉണ്ടാക്കുന്ന ഇവർക്കെതിരെ അല്ല പറഞ്ഞത്. ഇവരാരെയാണോ ശത്രുപക്ഷത്ത് നിർത്തി ആക്രമിക്കുന്നത് അവർക്കൊപ്പം എന്ന നിലപാടാണ് പറഞ്ഞത്. അല്ലാതെ ഇവരെ ആക്രമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ നിലപാടില്ല. പക്ഷേ അത് നമുക്ക് പറ്റൂല. പൃഥ്വിരാജ് മിണ്ടാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിലും വാതുറക്കുന്നവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളതാണല്ലോ ഒരു ജീലം. ആ ജീലത്തിൻ്റെ ഭാഗമായി പൃഥ്വിരാജിൻ്റെ സിനിമകൾ ഞങ്ങളാണ് തകർക്കുന്നതെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് ഈ പാവങ്ങൾ. സത്യത്തിൽ പൃഥ്വിരാജിൻ്റെ പല സിനിമകളും ഈ അടുത്തിടെ ഇറങ്ങിയിട്ട് പൊട്ടിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, വലിയ വിജയത്തിലേക്ക് എത്താത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സിനിമ പ്രേക്ഷകനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. പ്രേക്ഷകനുമായി അത്രയും തീവ്രമായി കണക്റ്റ് ആവുന്ന സിനിമകൾക്കാണ് നമ്മൾ വീണ്ടും 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 കയറി കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുക. അത്രയും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യണം പ്രേക്ഷകർക്ക്. അതിലെന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ സിനിമ പരാജയപ്പെടും. ഇപ്പോൾ ഐ നോബഡി എന്ന് പറയുന്ന സിനിമ എനിക്ക് ഒരു ഗംഭീര സിനിമയായിട്ട് അനുഭവപ്പെട്ട സിനിമയാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. നമ്മളതിന് എക്സ്പ്ലനേഷൻ ചെയ്തു. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകൻ അത് കണക്റ്റ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കളക്ഷനിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. ഇവർ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളെ എതിർത്ത രാജപ്പന് ഞങ്ങൾ പണി കൊടുത്തു
എന്നൊക്കെയാണ്. എന്നിട്ട് അങ്ങനെ ഒരു മൂഢ സ്വർഗത്തിൽ ജീവിക്കുക. അങ്ങനെ ഇരിക്കുമ്പോണ്ടാ വിസ്മയ മോഹൻലാൽ വരുന്നത്. അവളെ നമുക്ക് പൂട്ടാം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ബഹളം വെച്ച് കഴിഞ്ഞാൽ ആരുടെ സിനിമ ഇവിടെ പൊട്ടാത്തതെന്ന് പറഞ്ഞിട്ട് വിസ്മയ മോഹൻലാലിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക്ഫുള്ളി വിസ്മയ മോഹൻലാൽ മലയാളം, അവർക്ക് മലയാളം പറയാൻ പറ്റുന്നില്ല എന്നുള്ളതിനും അവരെ കമൻറ്റ് ബോക്സിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ മലയാളത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞൊരു അമ്മാവനുണ്ടല്ലോ, ആ അമ്മാവൻ പോലെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡുണ്ട്. അമ്മാവന്മാരുടെ ഒരു നെഗറ്റീവ് സൈഡ് കുറ്റപ്പെടുത്തുക, കളിയാക്കുക, താഴ്ത്തിക്കെട്ടുക, മോശക്കാരാക്കി കാണിക്കുക, പരാജയ ഭീഷണി അല്ലെങ്കിൽ പരാജയ ഭീതി ഉള്ളിലുണ്ടാക്കുക എന്നൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് അമ്മാവന്മാരില്ലേ. ഈ അമ്മാവന്മാരും അമ്മായിമാരും മുഴുവൻ വിസ്മയ മോഹൻലാലിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിസ്മയ ഈ കമൻസ് ഒന്നും കാണുന്നില്ല. പിന്നെ അതിനേക്കാളും മുകളിലൊരു ശക്തി വിസ്മയ്ക്ക് ഒരു മോഹൻലാലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ പ്രൊമോഷണൽ ഇൻ്റർവ്യൂസിന് വന്നിരിക്കുമ്പോൾ ഓൺലൈൻ മീഡിയക്കാരുടെ ചോദ്യങ്ങളും പിന്നെ അവരുടെ പല ആംഗിളിൽ നിന്നുള്ള ക്യാമറ കണ്ണുകളും ഒക്കെ അവരിങ്ങനെ ഫോളോ ചെയ്യുന്ന സമയത്ത് അവർ വളരെ നെർവസാണ്. എന്ന് വെച്ചാൽ ഒരു തുടക്കക്കാരിയുടെ പരിഭ്രമങ്ങളൊക്കെ ഉണ്ട്. മോഹൻലാലിൻ്റെ മകളാണ് എന്നുള്ളതുകൊണ്ട് ജനിച്ച അന്ന് തൊട്ട് മീഡിയക്കാരെ മുഴുവൻ ഫേസ് ചെയ്യുന്ന ആളൊന്നുമല്ലല്ലോ. അവരവരുടെ സ്വതന്ത്രമായ ജീവിതം അവരുടെ ഇഷ്ടപ്രകാരം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളൊരു ആഗ്രഹം അവർ പ്രകടിപ്പിക്കുന്നു. കാരണം അവരൊരു സിനിമാ കുടുംബത്തിലാണ് ജനിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ വരുന്ന ഈ കാര്യങ്ങൾ ഇത് അവരെ നെർവസ് ആക്കുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാവുന്നുമുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ലാലേട്ടൻ തന്നെ വിസ്മയുടെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങിച്ചിട്ട് അതിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തല്ലേ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യം ചോദിക്കാൻ മോഹൻലാൽ എന്ന് പറയുന്നൊരു വൻമരം അവിടെ ഉണ്ട്. അതിനെ താണ്ടി നിങ്ങൾ വിസ്മയെ ആക്രമിക്കാൻ പോകുക എന്ന് പറയുന്നത് എൻ്റെ പൊന്നു മകളെ നടക്കണ കേസൊന്നുമല്ല. പക്ഷേ അങ്ങനെ ഒരു മോഹൻലാൽ അവിടെ ഉണ്ട് എന്നുള്ള പ്രിവിലേജ് വിസ്മയ്ക്കും അറിയാം, മോഹൻലാലിനും അറിയാം. ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്ന സുചിത്ര മോഹൻലാലും അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും ഇതുപോലൊരു സ്റ്റാർട്ടിങ് കിട്ടിയിട്ടില്ല എന്ന് മോഹൻലാൽ പറയുമ്പോൾ ഇയാൾക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. അയാളൊരു ആഗ്രഹം കൃത്യമായി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ആ വാക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹം, ഇയാൾ, അയാൾ എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരു വ്യക്തിയായി അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കുന്ന മോഹൻലാലും സുചിത്ര മോഹൻലാലും വളർത്തിയിട്ടുള്ള കുട്ടികളാണ് അവർ. അവരുടെ പ്രൊട്ടക്ഷനും ഇവർക്കുണ്ട്. ഇതൊന്നും പോരാഞ്ഞ് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ കിടന്ന് കരഞ്ഞ് നിലവിളിക്കുന്നത് അവരാരും കാണുന്നില്ല. പക്ഷേ ഈ കമൻറ്റ് ദ്രോഹികളുണ്ടല്ലോ, അവർ ബാക്കിയുള്ളവരെ രാജ്യദ്രോഹിയാക്കുക ചെയ്യുക. പക്ഷേ ഇവർ കമൻറ്റ് ദ്രോഹികളാണ്. ഈ കമൻറ്റ് ദ്രോഹികൾ ചെയ്യുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിസ്മയ്ക്ക് മോഹൻലാലുണ്ട്, പക്ഷേ വിസ്മയയ്ക്ക് മോഹൻലാലുള്ളൂ. ഈ കടന്നു വരാനിരിക്കുന്ന അഭിനേത്രിമാർ അല്ലെങ്കിൽ അഭിനേതാക്കളുടെ ഒരു വലിയ നിരയുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങളുമായി മലയാള ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ ബോഡി ഷെയിം ചെയ്യാനും ആക്രമിക്കാനും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അവരെ പിച്ച് ചീന്താനും തയ്യാറായിരിക്കുന്ന ഈ കമൻറ്റ് ദ്രോഹികളുടെ ആക്രമണങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ ഒരു മോഹൻലാൽ ഉണ്ടാവില്ല. അതൊരു നെപ്പോ കിഡിന് കിട്ടുന്ന പ്രിവിലേജാണ്. ആ പ്രിവിലേജ് ഇല്ലാത്ത ആളുകളെ തളർത്തിക്കളയുന്ന, അവരുടെ കരിയറിനെയും മനസ്സമാധാനത്തിനെയും ജീവിതത്തിനെയൊക്കെ തകർത്ത് കളയുന്ന ഒരു പണിയാണ് ഈ കമൻറ്റ് ദ്രോഹികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിങ്ങനെ വിസ്മയ മോഹൻലാലിൻ്റെ ശരീരത്തിൻ്റെ ആകൃതിയുടെ പേരിൽ, അവരുടെ ശരീര ചലനങ്ങളുടെ പേരിൽ, അവരുടെ പ്രായത്തിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ ഷെയിം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സിനിമ വെള്ളിയാഴ്ച റിലീസാവും. ആ സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊരു വലിയ വിജയമായിട്ട് മാറും. ആ സിനിമയെ സംബന്ധിച്ച് എൻ്റെ എക്സ്പെക്റ്റേഷൻസ് ചോദിച്ചാൽ ഒന്ന് ജൂഡ് ആൻ്റണി ജോസഫ്. പുള്ളിയുടെ സിനിമകൾ വരുന്നതിന് മുമ്പ് ഭയങ്കര പ്രതീക്ഷകളോ ഭയങ്കര ഓളോ ഒന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുന്ന തരത്തിൽ, ഒരു വലിയ കളക്ഷൻ നേടുന്ന തരത്തിൽ വലിയ വിജയങ്ങളായി സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള എന്തെങ്കിലും ഒരു തോട്ട് അയാൾക്ക് പങ്കുവെക്കാനുണ്ടാവും. സോ ജൂഡ് ആൻ്റണി ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ ഒരു വലിയ പ്രതീക്ഷയാണ്. ആശീർവാദ് സിനിമാസ് എന്ന് പറയുന്ന ആ ബാനർ ഒരു വലിയ പ്രതീക്ഷയാണ്. കാരണം അത് സിനിമയുടെ പിന്നിലും മുന്നിലും നിൽക്കുന്ന ആളുകൾക്കാണ്, പ്രേക്ഷകർക്കല്ല. കാരണം അത്രയും റിലീസ് ദിവസം സ്ക്രീനുകൾ അവർക്ക് കിട്ടും. അത്രയും വലിയൊരു ഇനീഷ്യൽ ഉണ്ടാക്കാൻ അവർക്ക് പറ്റും. ഒരു സിനിമയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ പരമാവധി ആളുകളെ ആദ്യം സിനിമ കാണിക്കുക എന്നുള്ളതാണ്. പിന്നെ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ നമ്മൾ ട്രെയിലർ റിയാക്ഷൻ വീഡിയോയിൽ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. സിനിമയുടെ കഥയെ സംബന്ധിച്ച് വളരെ സ്ലോ ആൻഡ് സിമ്പിളായി പോയി പിന്നീട് അങ്ങോട്ടേക്ക് ഒരു ആക്ഷൻ ത്രില്ലർ പരിപാടിയിലേക്ക് എത്തി നിൽക്കുന്ന അങ്ങനെ ഒരു സിനിമയായിരിക്കും തുടക്കം എന്നാണ് ഫീൽ ചെയ്യുന്നത്. കാരണം അതിൻ്റെ ആ ടൈറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാൾ ബ്ലോക്ക് ചെയ്യുന്നതും ഒരാൾ പഞ്ച് ചെയ്യുന്നതും ഒക്കെ ആ തുടക്കം എന്ന് പറയുന്ന എഴുത്തിൽ അവർ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്രെയിലറിൽ അത്രയും പ്രാധാന്യം കൊടുത്തിട്ടില്ല. വിസ്മയ മോഹൻലാലിനെ ഇടിക്കുന്ന സീനാണ് നമ്മൾ ട്രെയിലറിൽ കാണുന്നത്. അവരെ മുഖം ഒരു ടേബിളിലോ മറ്റോ ചേർത്ത് വെച്ച് അവരുടെ കയ്യിൽ ആഞ്ഞിടിക്കുകയാണ്. പക്ഷേ അവരൊരു വലിയ ക്ലാസ് റൂം അന്വേഷിച്ച് നടക്കുക, വലിയൊരു സ്പേസ് അന്വേഷിച്ച് നടക്കുകയാണ്. പിന്നെ ആ ട്രെയിലറിൽ ബസ്സിൽ വെച്ച് 2 പെൺകുട്ടികളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ പെൺകുട്ടി ശബ്ദം ഉയർത്തുകയോ അല്ലെങ്കിൽ ഇവളുടെ ട്രെയിനിങ്ങിൽ അവരിടിക്കുകയോ ചെയ്യുന്നത് പോലെയുള്ള അങ്ങനത്തെ ആക്ഷൻ സീക്വൻസുകൾ ഉണ്ടാവാനുള്ളൊരു വലിയ സാധ്യത. നമ്മൾ ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ആക്ഷൻ ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കുമ്പോൾ തന്നെ ആക്ഷന് വളരെ പ്രാധാന്യമുള്ളൊരു സിനിമ, പക്ഷെ അവർ ട്രെയിലറിൽ കാണിച്ചിട്ടില്ല. സോ സിനിമയിൽ നമ്മളെ കുറേ കാര്യങ്ങൾ കാണിക്കാൻ അവർ കാത്തു വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ, ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഒരു സിമ്പിൾ കഥയാണ്. പക്ഷേ ഇമോഷൻസും ആക്ഷൻ സീക്വൻസുകളും വർക്കായി കഴിഞ്ഞാൽ സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രേക്ഷകൻ വൻ ഹൈയിൽ നിൽക്കുന്ന
ഒരു സംഭവം അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജൂഡ് ആൻ്റണി ജോസഫിനെ സംബന്ധിച്ച് പുള്ളി ഓരോ സിനിമകളും ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് പരിപാടികൾ അതിൽ പിടിക്കാറുണ്ട്. ഡിഫറെൻ്റായ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയകരമായി കംപ്ലീറ്റ് ചെയ്യാനും അയാൾക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ആക്ഷൻ ത്രില്ലർ സാധനം, അതിൻ്റെ ഒരു ഫാമിലി എന്ന് പറയുന്ന ആ ഒരു സാധനത്തിൽ നിലനിർത്തിക്കൊണ്ട് അവിടുന്ന് ഈ പറയുന്ന ഇമോഷൻസ് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ അയാൾക്ക് സാധിക്കുകയാണെങ്കിൽ മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ സിനിമ ഉണ്ടാക്കാൻ ചിലപ്പോൾ അയാൾക്ക് സാധിച്ചേക്കാം. പിന്നെ ലാലേട്ടൻ പറയുന്നത് പോലെ നല്ല സിനിമ എന്ന് പറയുന്നത് സംഭവിക്കുന്നതാണ്. അവരവരുടെ മക്കൾക്ക് വേണ്ടി ഒരു സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ഗംഭീര സിനിമയാവുമോ എന്നുള്ളത്, അത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ പറയാം. പക്ഷേ ആ സിനിമ വലിയ വിജയമായാലും ചെറിയ വിജയമോ പരാജയമോ ആയാലും അതൊക്കെ ഞങ്ങളിവിടെ കുറച്ച് പേരുള്ളത് കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നത് അതൊരു പൊട്ടക്കിണറ്റിലെ തവളയുടെ ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ പൊട്ടക്കിണറ്റി കിടക്കണ തവളയ്ക്ക് ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പിന്നെ മോഹൻലാലിൻ്റെ മകളായതുകൊണ്ട് മാത്രം ഈ സിനിമ വിജയിക്കണമെന്നൊന്നുമില്ല. കാര്യം സിനിമ പരമാവധി പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒന്നായിരിക്കണം. ബഹുഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകർക്ക് സിനിമ കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ സിനിമ പരാജയപ്പെടും. ഇപ്പോൾ മോഹൻലാലിൻ്റെ മകളായതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും അദ്ദേഹത്തിൻ്റെ ഫാൻസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് പ്രൊമോഷണൽ പരിപാടികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം നിൽക്കുമ്പോഴും പ്രേക്ഷകനുമായിട്ട് സിനിമ കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ സിനിമ അത്ര വലിയ വിജയമൊന്നും ആവില്ല. ഒരു നെപ്പോ കിഡാണ് എന്നുള്ള ആനുകൂല്യം അവർക്ക് കിട്ടുന്നത് അവരെ തേടി സിനിമകൾ എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സിനിമ വലിയൊരു പരാജയമായാലും വിസ്മയ മോഹൻലാലിനെ അന്വേഷിച്ച് വീണ്ടും തിരക്കഥകൾ വരും, സംവിധായകർ വരും, സിനിമകളും സംഭവിക്കും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ. അപ്പോഴും ബഹുഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ അഭിനയിക്കുന്ന സിനിമകൾക്ക് സാധിക്കണം. അവരുടെ പെർഫോമൻസ് പ്രേക്ഷകർക്ക് ഇമോഷണലി കണക്റ്റ് ആവണം, റിലേറ്റബിൾ ആവണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വൻമരം അവിടെ ഉണ്ടെന്ന്. പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വൻമരം അവിടെ ഇല്ലെങ്കിലും സ്വന്തം അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി പറയാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് വിസ്മയ മോഹൻലാൽ. ലാലേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് ഇത് ഞാൻ പോസ്റ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ടൊന്നും ആയിരിക്കില്ല അവർ ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക. മാത്രമല്ല താൻ തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു, അത് മാറ്റി പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അവരൊരു ഇൻ്റർവ്യൂവിൽ ഇരുന്ന് സംസാരിക്കുന്നത് ഒറ്റയ്ക്കിരുന്നിട്ടാണ്. അച്ഛനും അമ്മയും ബാക്കിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മുന്നിലിരിക്കുമ്പോൾ ആ സപ്പോർട്ടിൻ്റെ ബലത്തിൽ ഒന്നുമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾ തനിക്ക് വന്നിട്ടുള്ള തിരക്കഥകളിൽ ഒന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതും ആ ഒരു കൺവിക്ഷനോട് കൂടിയായിരിക്കും. എന്തായാലും തുടക്കത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു. ഈ ആഴ്ച റിലീസാവുന്ന മറ്റു സിനിമകളെക്കുറിച്ച് കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ഞാൻ ട്രെയിലേഴ്സ് കണ്ടു, അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി എന്നുള്ളതുകൊണ്ടാണ് ഈ സിനിമകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അദ്ദേഹം മാത്രമല്ല, ധ്രുവൻ, നയന എൽസ, അനീഷ് ഗോപാൽ, ശ്രുതി ജയൻ തുടങ്ങിയൊരു താരനിരയുമായി വരുന്ന ഏറ്റവും പുതിയ സിനിമ വിവാഹം എഴുതിയിട്ട് 2 കുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ വിവാഹ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സിനിമ റിലീസിന് എത്തുന്നുണ്ട്. തുടക്കം റിലീസാവുന്ന അന്ന് തന്നെ മറ്റൊരു കുഞ്ഞു സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ബഡ്ജറ്റൊക്കെ വെച്ചിട്ട് ഫീൽ ചെയ്തതാണ്. കരിമ്പടം എന്നാണ് സിനിമയുടെ പേര്. അതും ഈ വെള്ളിയാഴ്ച തന്നെയാണ് റിലീസിന് തയ്യാറെടുക്കുന്നത്. പിന്നെ വളരെയധികം ആളുകൾ അതിൻ്റെ മ്യൂസിക്കിൻ്റെ പേരിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ DC. നമ്മുടെ ലോകേഷും വാമിക ഗബ്ബിയും സഞ്ജന കൃഷ്ണമൂർത്തിയും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അനിരുദ്ധ് മ്യൂസിക് ചെയ്തിട്ടുള്ള അരുൺ മാതേശ്വരൻ സംവിധാനം ചെയ്യുന്ന സിനിമ DC. അതും വെള്ളിയാഴ്ചയാണ് റിലീസാവുന്നത്. വെള്ളിയാഴ്ച ഓടി നടന്ന സിനിമ കണ്ടി വരും, കഴിഞ്ഞിട്ടില്ല. ഹനുമാൻ അൻഷ് എന്ന് പറയുന്നൊരു സിനിമ കൂടി ഈ ആഴ്ച റിലീസിന് എത്തുന്നുണ്ട്, വെള്ളിയാഴ്ച തന്നെ. പിന്നെ വളരെയധികം ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മാധവൻ്റെ ഏറ്റവും പുതിയ സിനിമ, പ്രിയാമണിയും സത്യരാജും ദുഷാര വിജയനും ജയറാമും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന GDN എന്ന് പറയുന്ന സിനിമ, അതും ഈ വെള്ളിയാഴ്ചയാണ് റിലീസാവുന്നത്. ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടില്ല. മറ്റൊരു സിനിമ ഓ മൈ ഡോഗ് എന്ന് പറയുന്ന സിനിമയാണ്. ട്രെയിലർ എനിക്ക് കുറച്ച് ഇംപ്രസീവായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന ഒരു സിനിമ കൂടി ഈ വെള്ളിയാഴ്ച റിലീസാവുന്നുണ്ട്. തമിഴിലാണ് സിനിമ. വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഭയങ്കര പ്രശസ്തരായിട്ടുള്ള അഭിനേതാക്കളെയൊന്നും ട്രെയിലറിൽ കണ്ടിട്ടില്ലെങ്കിലും അതിനകത്തൊരു ത്രില്ലർ എലമെൻ്റ് ഉണ്ട്. രസമുള്ള എന്തോ പരിപാടി അവർ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരു പ്രതീക്ഷ അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ആനിമെ റിലീസാവുന്നുണ്ട്, ചാവോ എന്നാണ് അതിൻ്റെ പേര്. അത് ഉറപ്പായിട്ടും തിയേറ്ററിൽ കാണണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇത്രയും സിനിമകൾ ഈ വെള്ളിയാഴ്ച റിലീസിന് എത്തുന്നുണ്ട്. ഇതിൽ പ്രേക്ഷകരുമായി ഏറ്റവും നന്നായി കണക്റ്റ് ആവുന്ന സിനിമ, പ്രേക്ഷകരെ തിയേറ്റർ വിട്ട് ഇറങ്ങുമ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ കൊടുത്ത പൈസയ്ക്ക് അതിൽ കൂടുതൽ മൂല്യം എനിക്ക് തന്നു എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന സിനിമ, ആ സിനിമകളാണ് വിജയിക്കാൻ പോകുന്നത്, വലിയ ഹിറ്റാവാൻ പോകുന്നത്. അവിടെ നെപ്പോ കിഡിൻ്റെ സിനിമയാണോ നെപ്പോ കിഡ് അല്ലാത്തവരുടെ സിനിമയാണോ എന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ല. ഇനിഷ്യൽ കിട്ടുമായിരിക്കും, പക്ഷേ നിലനിന്ന് പോവുക, വലിയ വിജയമാവുക എന്ന് പറയുന്നത് കഴിവുള്ളവരുടെ, കഠിനാധ്വാനം നടത്തുന്നവരുടെ, അതാണ് സിനിമയുടെ ബ്യൂട്ടി. അല്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ബോഡി ഷെയിം ചെയ്തും പേടിപ്പിച്ചും സിനിമ പൊട്ടിച്ച് ആൾക്കാരുടെ വായ മൂടിക്കെട്ടാന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ആഴ്ച ഏത് സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? അതിൻ്റെ കാരണം എന്താണ്? അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമോ? താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.